ലഭ്യമായ എല്ലാ സൂചനകളും കാണിക്കുന്നത് മോദിയുടെ 11 വർഷത്തെ ദുർഭരണം കൊടിയ വിഷപ്പാമ്പുകളായ സംഖ്യകൾക്കൊഴികെ എല്ലാവർക്കും തൃപ്തിയായി എന്നാണ്. അതുകൊണ്ടാണ് വീണ്ടും മതസ്പർദ്ധ വളർത്താനും ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വേണ്ടി മോദിയും കൂട്ടരും വഖഫ് ബില്ലുമായി വന്നത്. എന്നാൽ അതിനും ജനങ്ങളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. അതിനാൽ അടുത്ത കോമാളിക്കളിയുമായി മോദിയും കൂട്ടരും എത്തിയിരിക്കുകയാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ED ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം എല്ലാ തരത്തിലും ദുസ്സഹമായി ഇരിക്കുന്നതിനാൽ ജനശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിനെതിരെ EDയുടെ കേസുമായി മോദിയും കൂട്ടരും വരുമെന്ന്. അതിനാൽ തുറന്ന കരങ്ങളോടെ ചായയും ബിസ്ക്കറ്റുമായി EDയുടെ ഡയറക്ടറെ കാത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. വഖഫ് ബിൽ ഉദ്ദേശിച്ച ധ്രുവീകരണം ജനങ്ങളിൽ ഉണ്ടാക്കാത്തതിനാൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെയുള്ള 12 വർഷം മുൻപുള്ള നാഷണൽ ഹെറാൾഡ് കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടുള്ള EDയുടെ പ്രസ് റിലീസാണ് ഇത്. രാഹുലിനെയും സോണിയയെയും നാഷണൽ ഹെറാൾഡ് കേസിൽ ED ചാർജ് ചെയ്തിരിക്കുന്നു. മൊദാനിയുടെ NDTV കൊടുത്ത ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇത്. രാഹുലിനും സോണിയയ്ക്കുമെതിരെ അന്വേഷണ ഏജൻസിയായ ED നാഷണൽ ഹെറാൾഡ് കേസിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഓർക്കേണ്ട കാര്യം 2 പ്രാവശ്യം സുപ്രീം കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞതാണ്. അങ്ങനെയുള്ള കേസാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി മോദിയും കൂട്ടരും ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വീണ്ടും വന്നിരിക്കുന്നത്. തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനും ചൈന ഇന്ത്യയുടെ ഭൂമി തട്ടിക്കൊണ്ടുപോകുന്നതിനും രൂപയുടെ മൂല്യം ഇടിയുന്നതിനും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുത്തനെ ഉയർത്തുന്നതിനും ഗ്യാസിന്റെ വില കുത്തനെ ഉയർത്തുന്നതിനും തകരുന്ന ലോ ആൻഡ് ഓർഡറിനും നെഹ്റുവിനെ കുറ്റപ്പെടുത്താനല്ലാതെ ജനങ്ങൾക്ക് മറ്റൊരു മറുപടിയും നൽകാൻ ഇല്ലാത്തതിനാലാണ് ഈ കോമാളിക്കളിയുമായി മോദിയും കൂട്ടരും വീണ്ടും എത്തിയിരിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി തന്റെ മുൻപത്തെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടുകൊള്ളൂ. दिमाग में आइडिया आ गया कि वो राहुल गांधी को डरा सकता। जितने केस लगाने मेरे ऊपर लगा दो, कोई फर्क नहीं पड़ता मुझे। मैं नहीं डरता। मैं बीजेपी से नहीं डरता, मैं RSS से नहीं डरता। मुझे कोई फर्क नहीं पड़ता। जितने केस डाले 24 लगाए, 25 लगाए, 25 और लगा दो, लो मजे लो. മോദിയുടെ തലയിൽ ഒരു ഐഡിയ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്താൻ സാധിക്കും എന്ന്. എനിക്ക് മേൽ എത്ര കേസുകൾ വേണമെങ്കിലും ചാർജ് ചെയ്തുകൊള്ളൂ, അത് എന്നിൽ യാതൊരു സ്വാധീനവും ചെലുത്തുകയില്ല. ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നവൻ അല്ല. ഞാൻ BJPയെ ഭയപ്പെടുന്നില്ല, RSSനെയും തെല്ലും ഭയപ്പെടുന്നില്ല. അത് എനിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുകയില്ല. എത്ര കേസ് വേണമെങ്കിലും എനിക്ക് മേൽ ചാർജ് ചെയ്തുകൊള്ളൂ, 40ഓ 50ഓ എത്ര വേണമെങ്കിലും. ഒരു 50 കേസുകൾ കൂടി എനിക്കെതിരെ ചുമത്തിക്കൊള്ളൂ. അങ്ങനെ നിങ്ങൾ ആഹ്ലാദിച്ചുകൊള്ളൂ. ഒരു അടിസ്ഥാനവുമില്ലാത്ത കേസാണ് ഇത് എന്നുള്ളതാണ് വസ്തുത. അതിനാലാണ് 2 പ്രാവശ്യം സുപ്രീം കോടതി ഇത് തള്ളിക്കളഞ്ഞത്. ഇപ്രാവശ്യവും ഇതുതന്നെ ആയിരിക്കും ഇതിന്റെ അവസ്ഥ എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയിലെ പ്രമുഖ ചരിത്രകാരനായ അശോക് കുമാർ പാണ്ഡെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇതാണ്: അമേരിക്ക മോദിയുടെയും കൂട്ടരുടെയും ആസനത്തിൽ വലിയ വേദനയായിരിക്കുന്നു. വഖഫ് ബിൽ സുപ്രീം കോടതിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ബീഹാറിൽ ഉടനെ ഇലക്ഷൻ നടക്കാനിരിക്കുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടാണെന്ന് തോന്നിപ്പിക്കുന്നു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഏറ്റവും ഉയർന്ന നിലയിലാണ്. രാമനവമി ആഘോഷങ്ങളിൽ എല്ലാ കഴിവും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അത് സമാധാനപരമായി നടന്നുപോയി. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ലാത്തതാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥ EDയും CBIയും മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഇവർ മറന്നുപോകുന്നു, സ്ഥിരമായി പേടിപ്പിക്കാൻ നോക്കിയാൽ ജനങ്ങൾ പേടിയില്ലാത്തവരായി മാറുമെന്ന്. ഇദ്ദേഹം പറഞ്ഞ ഈ കാരണങ്ങളാൽ ആണ് വീണ്ടും CBIയെയും EDയെയും ഉപയോഗിച്ച് രാജ്യത്തിന്റെ കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ രോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പുതിയ കോമാളിക്കളിയുമായി മോദി എത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് പറഞ്ഞത് ഇങ്ങനെയാണ്: मेरा अपना मानना है कि ये सरकार का नैतिक
और मानसिक दिवालियापन दिखाता है। मेरा अपना मानना है कि ये नरेंद्र मोदी कितने डरपोक इंसान है वो दिखाता है। मेरा अपना मानना है ये दिखाता है कि सरकार कितनी भयभीत है जो सवाल उससे पूछे जा रहे हैं। चार्जशीट उस मामले में फाइल करी गई है जो 12 साल से चल रहा था। ഇഡിയുടെ കള്ള ചാർജ് ഷീറ്റ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി വെറും ഒരു ഭീരുവാണെന്ന്. അവർ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ധൈര്യത്തെയും സത്യത്തെയും നീതിബോധത്തെയും ഭയപ്പെടുന്നു. നിങ്ങളുടെ ഭീഷണിയെ ഭയപ്പെടുന്ന മറ്റുള്ള ആളുകൾ ഉണ്ടാവാം, പക്ഷെ ഇത് ഗാന്ധിയാണ്. രാജ്യത്തിന് വേണ്ടി പോരാടുന്ന, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, നിങ്ങളുടെ കഴിവില്ലായ്മയെയും അദാനിക്കും അംബാനിക്കും വേണ്ടി മാത്രമുള്ള ഭരണത്തെയും തുറന്നു കാട്ടുന്ന സിംഹത്തിന്റെ ഹൃദയമുള്ളവർ. നിങ്ങളുടെ അറപ്പുളവാക്കുന്ന പ്രതികാര രാഷ്ട്രീയം രാജ്യത്തിന് വളരെയേറെ കേടുപാടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം, നിങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ ഇഡിയെയും CBIയെയും ഇൻകം ടാക്സിനെയും ആയുധമായി ഉപയോഗിച്ച് ഗൂഢാലോചന നടത്തുകയാണെന്ന്. मनी लॉन्ड्रिंग के चार्जेस लगाए गए हैं उस मामले में जहां पर एक पैसे का लेन देन नहीं हुआ, एक प्रॉपर्टी का ट्रांसफर नहीं हुआ, हस्तांतरण नहीं हुआ। असलियत यह है कि ये सेक्शन 25 के अंतर्गत बनी एक कंपनी थी जो नॉट फॉर प्रॉफिट होती है। उसमें डायरेक्टर्स को डिविडेंड तक नहीं मिलता, इसका कोई कमर्शियल ट्रांजैक्शन भी नहीं हो सकता। असल में ये सरकार की प्रतिशोध की, बदले की भावना से की हुई ओछी और गंदी राजनीति का सूचक है जो लगातार नरेंद्र मोदी कर रहे हैं। 12 साल से ये केस चल रहा था, 365th डे था कोर्ट केस, उसके बाद दोनों ने ये ऐसा किया है, हम इसको कोर्ट में लड़ेंगे। लेकिन नरेंद्र मोदी जी एक बात भूल गए, ऐसे बहुत से लोग होंगे जो आपसे डर जाते होंगे, धमक जाते होंगे। कांग्रेस पार्टी और हमारा शीर्ष नेतृत्व, खासतौर से राहुल जी और सोनिया गांधी जी, ना आपसे डरते हैं ना आपसे भयभीत होते हैं, पूरी ताकत से आपसे लड़ते हैं। आपकी विफलताओं का आप इस देश को इस कगार पर ले आए हैं, जिस तरह की नफरत और वैमनस्य आप फैला रहे हैं, जिस तरह की गुर्बत, गरीबी, महंगाई, बेरोजगारी से ये देश झेल रहा है, वो आपकी विरासत रहेगी और उस पर वो आपसे सवाल पूछते हैं। हम सवाल पूछना जारी रखेंगे, हम लड़ाई पिछड़ों की, दलितों की, आदिवासियों की जारी रखेंगे। आप कोई भी पैतरे अपना लीजिए, हम आपसे डरने वाले नहीं है। ये बोगस केस है और कोर्ट्स इसका निवारण करेंगे। ഒരു പൈസയുടെ പോലും ഇടപാടുകൾ നടന്നിട്ടില്ലാത്ത, ഒരു വസ്തുവകകളും കൈമാറ്റം ചെയ്യപ്പെടാത്ത, ഒരു വരുമാനമോ ലാഭമോ ഇല്ലാത്ത, സെക്ഷൻ 25ന്റെ കീഴിൽ നോൺ പ്രോഫിറ്റായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിന്മേലാണ് കള്ളപ്പണ ചാർജുകൾ ചുമത്തിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ധാർമ്മികവും മാനസികവുമായ പാപ്പരത്വവും ഭീരുത്വവുമാണ് കാണിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഭയപ്പാടിലാണ്, വലിയ ഭയപ്പാടിൽ. ഇവിടെ സുപ്രിയ ശ്രീനാഥ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ജനങ്ങളെല്ലാം മോദിയുടെയും കൂട്ടരുടെയും ദുർഭരണത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വിഷം കൂടിയ കൊടിയ സംഖ്യകൾ മാത്രമാണ് ഇപ്പോൾ ഇവരെ ന്യായീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരായി ഉള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇവർ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് കൃത്രിമങ്ങളിലൂടെ മാത്രമാണ്, അല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല. ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്ന ആദ്യ ദിവസം തന്നെ തള്ളിക്കളയുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് ഇനി ഇത്തരം കോമാളിക്കളികളിലൂടെയും വഖഫ് ബില്ലുകളിലൂടെയും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഇനിയും കഴിയില്ല എന്ന് മോദിയും കൂട്ടരും വ്യക്തമായി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നേ എനിക്ക് പറയുവാനുള്ളൂ.